മഞ്ഞ പോവാ അല്ലേ? മുമ്പിൽ പോലടാ. അജി പിന്നെ പറഞ്ഞ കാര്യം ഞാൻ അറിഞ്ഞു. ഒരു ടെൻഷനും വേണ്ട, അവര് നമ്മുടെ പാർട്ടിക്കാരാ. ഞാൻ നോക്കിക്കോളാം. അവന്മാര് ചുമ്മാ കാര്യം അറിയാണ്ട് ചെയ്യാം. നിങ്ങൾ തരയിച്ചില്ലേ? അപ്പൊ നീ വരുന്നില്ലേ? അല്ലടാ, വണ്ടിയിലെ ചെകുരുടെ ഒരു പടമുണ്ട്. ഇനി അവന്മാര് രണ്ട് കളിപ്പാണ്ടല്ലോ. എടാ വണ്ടി പുറത്ത് വെച്ചപ്പോ നീ വാ. അൻസാർക്ക കയ്യില് ടാറ്റു ഉണ്ട്. അത് രണ്ട് പ്രശ്നമാക്കണ്ടല്ലോ. ചെഗുവരയാണ്. നിങ്ങൾ ധൈര്യമായിട്ട് ചെല്ല്. കാര്യമാണ് ഞാൻ നോക്കിക്കോളാം. വിജി സഖാവാണ്, പോളി, ഒരു ടെൻഷനും വേണ്ട. ധൈര്യമായിട്ട് ചെല്ല്, ഞാൻ കൂടെ ഉണ്ട്. ചെല്ല്, ധൈര്യമായിട്ട്. അവളെ തന്നെയാണ് വിളിക്കുന്നത്. നമസ്തേ. നമസ്കാരം. എന്നാ പറ, ആരാ? രാജേന്ദ്രൻ ചേട്ടന്റെ വീടല്ലേ? രാജേന്ദ്രജി ഇല്ലേ? രാജേന്ദ്രജി പുറത്തേക്ക് പോയല്ലോ, എന്തായിരുന്നു? അല്ല, വരാൻ പറഞ്ഞിട്ടുണ്ട്. അല്ല, ഞങ്ങൾ പുറത്തിരുന്നോളാം, ഇവിടെ ഇരുന്നോളാം. വാടാ, വാ. ബിരുണ, ഞാൻ അവിടെ എത്തി. മുമ്പിലാ കാര്യത്തിന്റെ. ഇല്ല കേരളത്തില്ല. നമ്മളിവിടെ എല്ലാരും ഇല്ലേ, നീ എന്തിനാ ഒറ്റയ്ക്ക് ടെൻഷൻ എടുക്കുന്നേ? അവൻ എന്റെ അനിയനല്ലേ? വാട്സാപ്പിൽ ഏതല്ല നീ എന്താ കോൾ എടുക്കാത്തെ? മൂത്തമ്മയുടെ ബലിയിടാനച്ച രാവിലെ എഴുന്നേറ്റു, അതുകൊണ്ട് ഇറങ്ങാൻ പറ്റിയില്ല. സോറി. നീ എന്താ ചെയ്യണ്ടേ? നീ എവിടാ? അജിയുടെ പറ. നീ ആ കുട്ടനെ വിളിച്ചാ? ടിങ്കം കുട്ടനെ വിളിച്ചിട്ട് അവളുടെ ലൊക്കേഷൻ അറിഞ്ഞു. അയച്ചേട്ടാ ഒന്ന് അവൻ്റെ അടുത്ത് ഞാൻ ഇപ്പൊ ശരിയാക്കി തരാം. അയച്ചിട്ടുണ്ട്. ഓക്കെ, എട് കുട്ടാ. ഹലോ കുട്ടാ. എടാ സൈതാണ്. എടാ പള്ളിക്കവലയിലുള്ള സൈത്ത്. എടാ പള്ളിക്കവലയിൽ ഓട്ടോ ഓടിക്കുന്ന നിന്റെ കൂട്ടുകാരെ സൈത്ത്. എന്റെ പൊന്നോ, എടാ തെണ്ട് ഡിങ്ക കൂട്ടാ. ഇത് ചെളിപ്പോട്ടനാടാ. ചെളിപ്പോട്ടാ. ഇത് ഏത് നമ്പർ? പറയടാ. എടാ ഇവിടെ ആകെ മൊത്തം സീനാണ്. അവരാണോ? ഏയ്, എൻ്റെ വേറൊരു ഫ്രണ്ടാ. അജി ഇതിപ്പോ നാട്ടുകാരൊക്കെ അറിയോ? ആരും എങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ രണ്ടുപേരും മാത്രമല്ലോ. എടാ വിജി, അവര് നമ്മുടെ കൂട്ടുകാരല്ലടാ. പിന്നെ ആരും അറിയില്ലല്ലോ. അയച്ചേട്ടാ, ഞാൻ ഡിങ്കൻകുട്ടനെ വിളിച്ച് എല്ലാം പറഞ്ഞു കഴിഞ്ഞു. ഒന്നും പേടിക്കണ്ട, എല്ലാ കാര്യവും നിന്റെ അവളെ ഫുൾ ഡീറ്റെയിൽസും പറഞ്ഞു കഴിഞ്ഞ് അവൻ ലൊക്കേഷൻ തപ്പി തരാന്ന് പറഞ്ഞു. അത് പറയേക്കാ. പെണ്ണുകാർ സംഭവം കുറച്ചുപേരൊക്കെ അറിയും, കുറച്ചൊക്കെ നാറും. കുറച്ചുപേരല്ലേ അറിയും. കാര്യമൊക്കെ കണ്ട ആരും അറിയില്ലല്ലോ. ആരും എന്തായാലും അറിയില്ല. എന്നെ വിശ്വസിക്കടാ, ഒരു കുഴപ്പമില്ല. ഇല്ലേക്കാ, ഞാൻ കാവ്യനൊന്ന് വിളിച്ചിട്ട് വരാം. ഇതല്ല, നിനക്കിനി വേറെ ആരെങ്കിലും വിളിക്കാനുണ്ടാ? പോടാ. പാർട്ടിക്കാരല്ലേ? പാർട്ടിക്കാരെന്താ BRS കാര്യാലയത്തില്? ആർമിയും പിള്ളേരും ഉണ്ടല്ലോ. ശരിയാണല്ലോ. കല്യാണ സാരിയോ?
അവന്മാർ രണ്ടും കൽപ്പിച്ചാട്ടോ കൊച്ചവന്മാരുണ്ടല്ലോ ഉറപ്പാ. എടുക്ക് അജി. എടാ ഒന്ന് പുറത്തോട്ട് നോക്കിയടാ. പുറത്തേക്കാ? അവരെല്ലാരും ഉണ്ട്. കല്ലിന് തല്ല് പല്ലിന് പല്ല് എല്ലുകളൂരിക്കൊടി കെട്ടും. പെണ്ണിന് വേണ്ടി പോരുകൾ പലവിധ ഓളക്കാടൽ കുടിപൂരം. തലയിലും വെക്കാതെ താഴത്തും വെക്കാതെ താരാട്ട് വളർത്തിയ കുഞ്ഞെവിടെ കൊണ്ടെത്താടാത്തമ്മാടികളിൽ കൊച്ചി നല്ലേ നാളു വരും. എന്തൊക്കെയുണ്ടാ പിള്ളേരെ? നമസ്തേ. രാജേന്ദ്രനല്ലേ? രാജേന്ദ്രജി ചായ കുടിക്കാൻ പോയതാ, ഇപ്പൊ വരും. എന്താ? രാജേന്ദ്രൻ വരട്ടെ, ഒരു പ്രശ്നമുണ്ട്. എന്തോ അവന്മാര് ഫുൾ നാട് മൊത്തം ഉണ്ടല്ലോ. കല്ലിന് തല്ല് പല്ലിന് പല്ല് എല്ലുകളൂരിക്കൊടി കെട്ടും. പെണ്ണിന് വേണ്ടി പോരുകൾ പലവിധ ഓളക്കാടൻ കുടിപൂരം. തലയിലും വെക്കാതെ താഴത്തും വെക്കാതെ താരാട്ട് വളർത്തിയ കുഞ്ഞെവിടെ കണ്ടെത്താടാത്തമ്മാടികളിൽ കൊച്ചി നല്ലേ നാളു വരും. എന്ത് പറയാനാ? എന്റെ കൊച്ചടാ പാർട്ടി. എനിക്ക് അറിയത്തില്ല അച്ഛാ. അച്ഛൻ ആരാ അച്ഛൻ? ഞാൻ പിന്നെ എന്താ വിളിക്കണ്ടേ? റാണിയച്ഛൻ, റാണിയച്ഛൻ. നീ ആരാ? പിള്ളേര് കാര്യങ്ങൾ നോക്കിയോളൂ. എടാ നീ കൂടുതലെടുത്ത് കളിക്കാൻ നിൽക്കല്ലേ? നിന്നെ കുറിച്ചൊക്കെ എല്ലാം അറിയണം. റാണി ഞാൻ ഉള്ള കാര്യമാണ് പറയുന്നത്, എനിക്ക് സത്യമായിട്ടും അറിയത്തില്ല. അറിയാന്ന്. വെള്ളത്തിലിറക്കരുത്. ഞങ്ങൾക്ക് വാവണ്ട മാത്രമല്ല അല്ലാതെ വർത്താനം പറയാം. കൊച്ചാ ഞാനൊന്ന് പറയുന്നത് പൊന്നു സഖാവെ പറഞ്ഞു കേക്ക്. ഞാനൊരു അധ്യാപകനാ, നമുക്ക് കാര്യങ്ങൾ ഇരുന്ന് സംസാരിച്ച് തീർക്കാലോ. അധ്യാപകനെ സ്കൂളിൽ ചെന്ന് പഠിപ്പിക്കണോ? ഞങ്ങളുടെ കൊച്ചവിടെ. അവനെ അറിയില്ല എന്ന് പറഞ്ഞില്ല എന്റെ പൊന്നു കൂട്ടുകാരാ. കൂട്ടുകാരനല്ല പാർട്ടിക്കാരൻ. എടാ നിന്റെ അനിയനെ എല്ലാം അറിയടാ. ഇന്നലെ രാത്രി എന്റെ ഫോണിൽ നിന്ന് അച്ഛന്റെ ഫോണിൽ നിന്ന് അമ്മയുടെ ഫോണിൽ നമ്മൾ മെസ്സേജ് അയച്ചിട്ട് ഇവന്റെ നമ്പറിലേക്ക് ഇങ്ങോട്ട് വന്ന കോളല്ലേ? നിന്നെ വിളിക്കുന്നുണ്ട്. ഇതെന്തൊരു കഷ്ടം. എടാ അവിടെ എവിടെയാ എന്നാ ഒന്ന് അടിക്കണോ? കൂട്ടുകാർ സഖാവല്ലേ? ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ ധരണി, അവൾ എന്നെ ഇന്നലെ വിളിച്ചെന്നുള്ളത് മെസ്സേജ് എന്നുള്ളതൊക്കെ സത്യമാ. ഇന്ന് രാവിലെയും കൂടെ മെസ്സേജ് ഉണ്ടായിരുന്നു, കുറച്ച് നേരത്തെയും കൂടെ. ഞങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലാന്നുള്ളത് സത്യമാ, സോറി. പക്ഷെ അത് കഴിഞ്ഞ പിന്നെ അവൾ എന്നെ വിളിച്ചിട്ടില്ല. ഇന്ന് രാവിലെ പോലെ അവൾ എന്നെ വിളിച്ചിട്ടില്ല. സത്യമായിട്ടും എനിക്ക് അറിയത്തില്ല. എന്റെ പൊന്നു കൂട്ടുകാരെ, ഞാൻ പറയുന്നൊന്നും വിശ്വസിക്കാം. അവൾ എന്നെ വിളിക്കുന്നില്ല. റെഡി റാണിക്കൊച്ചി സംസാരിക്കടാ. സംസാരിക്കടാ. ഫോൺ എടുക്കാൻ. അച്ഛാ അവിടെ നമ്മളെല്ലാം വിളിക്കണത് ഇവനാണ്. എല്ലാരും ഒന്നും മിണ്ടാണ്ടിരിക്കും. ഒരു സംസാരിക്കട്ടെ. എടുക്കട്ടെ. എടുത്ത് സംസാരിക്കേ. സ്പീക്കർ ഫോൺ. ഹലോ 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 റാണി. ഹലോ ഹലോ. റാണി മോളെ, നീ ഇത് എവിടെയാ കൊച്ചേ? നീ ഇത് എന്തൊക്കെയാ കാണിച്ചു വിടുന്നത്? നീ എന്നോട് സംസാരിക്കരുത് വിജീഷേ. നീ എന്നോട് മിണ്ടി ആ സെക്കൻഡ് മോള് കോള് കട്ട് ചെയ്യും. പിന്നെ ആരും എന്നെ കാണില്ല. റാണി മുത്തു മരിക്കാൻ പോവാ. റാണി മുത്തേ, നീ മിണ്ടരുത് വിജീഷേ. എന്താ പറഞ്ഞേന്ന്? ഇപ്പൊ എന്താ പറഞ്ഞേന്ന്? അതല്ലേ പറഞ്ഞ മിണ്ടരുതെന്ന്. 2 കാര്യങ്ങൾ അറിയാനാ ഞാനിപ്പോ വിളിച്ചേ. അതിന് മോൾക്ക് ഉത്തരം കിട്ടിയേ മതിയാവൂ.
ആ ചോദിച്ചോ. വിജീഷ നീ മിണ്ടരുത്. ഞാൻ ചോദിച്ചതിന് മാത്രം ഉത്തരം മതി. എന്റെ ഒന്നാമത്തെ ചോദ്യം വിജയ്, നീ എന്റെ ആരായിരുന്നു? പറ. എന്റെ മനസ്സിൽ നീ മുത്തിന്റെ ആരായിരുന്നു? എനിക്കറിയണം വിജീഷേ. ഹലോ, എനിക്ക് ഉത്തരം ഇല്ലല്ലേ? ഞാൻ കോള് കട്ടിയുണ്ടോ? പറ. ആ ഇപ്പൊ മിണ്ടാ. പറ, നീ എന്റെ ആരാ? നോക്കിറങ്ങിപ്പോയോ വിജീഷേ? അല്ല, ഞാൻ നിന്റെ കാമുകനായിരുന്നല്ലോ. കാമുകൻ അല്ലേ? വിജീഷ നിനക്ക് തെറ്റിയടോ. വിജി, നിനക്കറിയാവോ, നീ എന്റെ ഭർത്താവായിരുന്നു വിജീഷേ. നീ എന്റെ അച്ഛനായിരുന്നു, ബ്രദറായിരുന്നു. എനിക്ക് അത്രയ്ക്ക് നിന്നെ ഇഷ്ടമായിരുന്നു. അതറിയാവോ നിനക്ക്? എന്നിട്ട് അവന്റെ ഒരു കാമുകൻ. പൊന്ന് ഹണി മോളെ, ഞാൻ എന്ത് ചെയ്തെന്ന എന്റെ പൊന്നു വച്ചേ? എടി നീ എവിടെയാ എന്റെ പൊന്നെ കരളെ? ഒന്ന് പറ, നീ എവിടെയാ? ഇതിനു മുമ്പ് ഇങ്ങനെ ഒരു ചോദ്യം ഉണ്ടായിട്ടുണ്ടോ വിജി? നീ എന്നെ ഒന്ന് തിരക്കിയിട്ടുണ്ടോ വിജീഷേ? നിനക്ക് ഞാൻ വെറും കാമുകി അല്ലടോ. നീ വെറും ഫ്രോഡാണോ? മോളെ നീ എന്തൊക്കെയാ മോളെ പറയുന്നേ? നീ മിണ്ടരുത് വിജീഷേ, മിണ്ടരുത്. വിജി, ഞാൻ 10 വരെ എണ്ണും. അതിനുള്ളിൽ മുത്തിന് വേണ്ടി ഞാൻ ചോദിക്കുന്ന കാര്യം നിനക്ക് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് അറിയണം. ഞാൻ 10 വരെ എണ്ണും മുമ്പ്, നിന്റെ മോള് എല്ലാം അവസാനിപ്പിക്കുന്നതിന് മുമ്പ്, നിന്റെ മോള് മരിക്കും മുമ്പ് എനിക്ക് മോൾക്കൊരു ഉമ്മ വേണം വിജീഷേ. ആത്മാർത്ഥമായിട്ടൊരു അന്ത്യചുംബനം. ഉമ്മ മോള് മരിക്കട്ടെ. ഞാൻ എണ്ണുവാണേ വിജീഷേ. 1. എന്നെ പൊന്നു പോലെ നോക്കുന്ന എന്റെ അച്ഛനെയും ചേട്ടനെയും അമ്മയും വേണ്ടെന്ന് വെച്ചിട്ടാ ഞാൻ നിന്റെ കൂടെ ഇറങ്ങി വന്നേ. ഇറങ്ങി വന്ന? എപ്പ ഇറങ്ങി വന്ന്? വിജീഷേ, നീ എവിടെയുള്ള എന്റെ പൊന്നു വെച്ചാ? എനിക്കറിയാൻ പാടില്ല. എല്ലാം തീരുവാടാ അല്ലേ വിജീഷേ? എണ്ണുവാടാ. 2. റെനി, ഒരു കാരണവശാലും കോള് കെട്ട് ചെയ്യാൻ സമ്മതിക്കരുത് കേട്ടോ. കോള് കെട്ടി കഴിഞ്ഞാൽ നമുക്ക് അവിടെ കിട്ടത്തില്ല. നമുക്ക് ലൊക്കേഷൻ ട്രേസ് ചെയ്യാനുള്ള പരിപാടി എന്തെങ്കിലും ഞാൻ നോക്കട്ടെ. 3. റാണി മോളെ, നീ ചുമ്മാ ഓരോന്ന് പറഞ്ഞു കുഴപ്പിക്കല്ലേ. നമുക്ക് സംസാരിക്കാലോ. സംസാരിച്ച് നമുക്കൊരു തീരുമാനത്തിലെത്തല്ലോ. നീ ആദ്യം എവിടെ ഉള്ളതെന്ന് പറ, അറിയാലോ. നീ മിണ്ടരുത്. എനിക്ക് അവസാനമായിട്ട് ഒരു ഉമ്മ മാത്രം മതി. എന്നിട്ട് റാണി മരിച്ചോളാം. കൊച്ചെണ്ണട്ടേടാ. 4. പൊന്നുകൊണ്ട് ഒരു പൂക്കളം. സെവൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഓഗസ്റ്റ് 15 മുതൽ സെപ്റ്റംബർ 30 വരെ. വാശിയാണോ നിനക്ക്? ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പറഞ്ഞു പറ്റിച്ച് വാങ്ങിയിട്ടുണ്ടടാ. എങ്ങനെ പറ്റിച്ച്? പൈസ ഞാൻ തിരിച്ചു തരാമെന്ന് പറഞ്ഞല്ലോ. അപ്പൊ പിന്നെ പറ്റിക്കുന്നല്ലോ അല്ലേ? റാണി, ഇത് എല്ലാത്തിനും ഒരു പരിധി ഉണ്ടോ റാണി? റാണിക്ക് വട്ടല്ലേ? നിന്റെ റാണിക്ക് ഭ്രാന്തല്ലേ? ഞാൻ നിന്റെ എല്ലാ സ്വഭാവങ്ങളും സഹിച്ചിട്ടില്ലേടാ? ആ ഉണ്ട്. നിന്റെ എല്ലാ തെറിവിളികളും ഞാൻ കേട്ടിട്ടില്ലേ? ആ ഉണ്ട്. ദേഷ്യം വരുമ്പോ നീ എന്റെ അച്ഛനെ വരെ വിളിച്ചിട്ടില്ലേ? പറ. അതുവരെ ഞാൻ സഹിച്ചില്ലേ? ഇല്ലേടാ? അച്ഛനെ ഞാൻ എപ്പോ വിളിച്ച്? നായിന്റെ മോളെന്ന് പറഞ്ഞ പിന്നെ എന്തോടാ പൊട്ടി? ഞാൻ എണ്ണുവാടാ. 6. നമ്മൾ സംസാരിച്ചാൽ ശരിയാവത്തില്ല വിജി. റാണി, നിനക്ക് ആത്മാർത്ഥത ഇല്ല വിജീഷേ. ഞാൻ എണ്ണുവാടാ. 7. നീ ഇങ്ങനെയൊക്കെയാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ആ റൂമിലേക്ക് വരില്ലായിരുന്നു വിജീഷേ. അങ്ങനെ സമ്മതിക്കില്ലായിരുന്നു. എന്റെ അച്ഛനെയും ചേട്ടനെയും പിച്ചുമാമനെയും എന്റെ പൊന്നു പോലെ നോക്കി എല്ലാരും പറ്റിച്ച് ഞാൻ ഇറങ്ങി വന്നത് നിനക്ക് വേണ്ടിയാ. എന്നിട്ടാ നീ എപ്പോ ഇറങ്ങി വന്നത്? നീ എന്തിനാ പിന്നെ പറയുന്നേ? വിജി, നീ മിണ്ടരുത്. നീ മിണ്ടിയ സെക്കൻഡ് മോള് കോൾ കട്ടാക്കും. ഞാൻ ഇട്ടിട്ടോ. 8. എത്രയായി? 8. എന്നും എന്റെ ഒരു ഉമ്മ കിട്ടിയാൽ മാത്രം ഉറങ്ങാറുള്ള നിനക്ക് ഇപ്പൊ എനിക്കൊരു ഉമ്മ തരാൻ പാടി അല്ലേടാ? നീ ഫ്രോഡാണോ വിജീഷേ? നീ ഫ്രോഡാണോ വിജി?
കാണില്ല, ആരും എന്നെ കാണില്ല. മോൾക്ക് ജീവിച്ച് മതിയായിട്ടുമില്ല. എന്റെ വാശി നടക്കട്ടെ. മോൾ എന്നിട്ടേട്ടാ വിജയ് 9. റാണി പോവാടാ, മോള് പോവാ. മോൾക്ക് ലൈഫിൽ ഏറ്റവും ഇഷ്ടം ആരെയാന്നറിയോ? എന്റെ അച്ഛനെയാടാ വിജീഷേ. പക്ഷെ അത് നിന്നെ കാണും വരെ. അതിനുശേഷം എനിക്ക് എല്ലാം നീയായിരുന്നു. ഓക്കെ, റെഡി? പറ്റില്ലല്ലോ നിനക്ക്. മോള് മരിക്കാൻ പോവാ. ഇനി ഒരക്കം കൂടി എണ്ണിയാ മോൾ ഈ ലോകത്തില്ലടാ. ഓ ശരി, എന്റെ വാശി നടക്കട്ടെ. ഞാൻ എണ്ണാൻ പോവാ. ഞാനിപ്പൊ 10 എണ്ണും. ഞാൻ മരിക്കുവാ. ഞാനിപ്പോ എണ്ണുവേ. റാണി മുത്തേ പൊന്നെ, നിനക്കൊരു 100 രൂപ ഞാൻ തരാ റാണി. നീ എവിടെയാ? എനിക്ക് നിന്നെ ഒന്ന് കാണണം റാണി. ഉമ്മ ഉമ്മ, നീ എന്തൊക്കെയാ കാണിച്ചു കൊടുക്കുന്ന റാണി? കട്ടായി ഒച്ചത്തിൽ പറയാൻ പറ്റണ. ഇവിടെ ശ്വാസം വിളിച്ച് സംസാരിക്കാൻ കുറെ നേരമായി. കട്ടായിരുന്നു. കട്ടായി പോലും. വിളിച്ചു ഇങ്ങോട്ടാ